നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല, ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. സമയ കിത്തന ഭായ് സാബ്? ಕೈಯಲ್ಲಿ ವಾಚ್ ಕಟ್ಕೊಂಡು ಟೈಮ್ ಕಳ್ತೆ ಬಡ್ಡಿ ಮಗನೇ. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരാപത്തിൽ അകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനെങ്ങനെ ചെയ്തു? ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാനാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ಇಲ್ಲಿ ರಾತ್ರಿ ಪಡಿಪೊಂದು ಆಗೋದಿಲ್ಲ, ಹೋಗಿ. ನಮಗೆ ಬೇರೆ ಜಾಗ ನೋಡುವ ಮೇಸ್ಟ್ರೆ, ಬನ್ನಿ ಹೋಗೋಣ. நீங்க வாங்க சார். அவன் கிடக்குற வாங்க வாங்க. सब लोग चलो. चल चल. அவங்ககிட்ட எல்லாம் காலை பிடிச்சிட்டு வாங்க, சும்மா போய். എനിക്ക് അന്നൊരു ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മണി മുതൽ 11 മണി വരെ കുറെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അഡ്രസ്സ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ വലിയൊരു വിദ്യാഭ്യാസമാണ്. ಬನ್ನಿ ಮಾಸ್ಟ್ರೆ, ಇಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋಣ. ഞാനവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ, വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. രാജകുമാരി ഉറങ്ങിയില്ലേ? എന്നോട് മിണ്ടണ്ട.
മുരുക. ചായ, ബീഡി, മുറുക്കാൻ, മുട്ടായി. നിങ്ങൾ തെണ്ടാനാണോ പോണേ അതോ സുഖിക്കാനാ? അമ്മാ. നിന്നെ ചിണുങ്ങാണ്ട് കുപ്പായം മാറ്റടി. സ്കൂളിൽ പോന്നേരത്ത് അവളുടെ ഒരു മോങ്ങല്. തിന്നുടി. എവിടെ പോവാനാടി ഇപ്പൊ കിടന്ന് ഒരുങ്ങുന്നേ? എവിടെ പോയാലും മനുഷ്യന് വൃത്തിയായിട്ടൊന്നൂടെ? രാവിലെ മേക്കപ്പ്, വൈകുന്നേരം സംഗീതം പഠിക്കാൻ പോകുമ്പോ വേറൊരു മേക്കപ്പ്. നീ ആര്, രമ്പയോ? അമ്മയ്ക്ക് അസൂയ. അതേടി, എനിക്ക് നിന്നോടും ഇവളോടും എല്ലാത്തിനോടും അസൂയ. മാമ തിന്നടാ. ആ വേണ്ടെങ്കി വേണ്ട. പാവി, കണ്ണ് കാണില്ലാച്ചിട്ട് എന്തും തീറ്റിക്കാന്നാ? കിട്ടുന്നത് വാരി തിന്നിട്ട് മിണ്ടാണ്ടൊരു മൂലയ്ക്ക് ഇരുന്നോതള്ളേ. നശിച്ചു പോവുള്ളൂ നീ. സ്വന്തം മോൻ രാവിലെ മുതൽ രാത്രി വരെ തെണ്ടിക്കൊണ്ടുവരുന്ന കാശിലാ ഇപ്പൊ കഞ്ഞി കുടിക്കണേ. അതിന് കുറ്റവും കുറവും. എന്റെ മോൻ തെണ്ടി ഉണ്ടാക്കണ കാശില് എനിക്കുണ്ടടി അവകാശം.
ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്ക് ഉണരും. ഇത് വേറെ ചിലത് ലാഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്. ഗുഡ് മോർണിംഗ് രാജകുമാരി. അയ്യടാ 4 മണിക്ക് എണീറ്റ് ഗുഡ് മോർണിംഗ് പറയാൻ നാണാവില്ലേ? അതൊന്ന് നിർത്ത്. ನನಗೆ ಇದರಲ್ಲಿ ಏನು ಪ್ರಯೋಜನ? ನಾನು ನಿಮ್ಮ ಇಬ್ಬರ ಕುಟುಂಬಸ್ಥನಲ್ಲವೇ? ಆದರೆ ಒಂದು ನ್ಯಾಯ ಬೇಕು. ನೀನು ಎಷ್ಟು ಹಣ ಅಲ್ಲಿ ಹೇಳಿರುವುದು? 10,000. ಚಿಲ್ಲದ ವಿಷಯ ಬಿಡಿ. ಆದರೆ ನಮ್ಮನ್ನು ಎದುರಿಸುವುದು ಬೇಡ. ಇದಲ್ಲದಿದ್ದರೆ ಬೇರೊಂದು ಹುಡುಗ, ಮತ್ತೆ ಲೋಕದಲ್ಲಿ ನಿನ್ನ ಮಗ ಮಾತ್ರ ಇರುವುದಾ? ಅಲ್ಲಿ ಏನು ಮಾಡ್ತಿದೀಯಾ? ಮುಂದೆ ನೋಡು. അയ്യാ അയ്യാ അമ്മ. എ വൈ വൈ എ പി പി എ എൻ അയ്യപ്പൻ. അമ്മ. പോടി അവിടുന്ന്. അമ്മയ്ക്ക് നാണമില്ലല്ലോ. ചിന്നുടി. അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്കുണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം. എന്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ 14 രൂപയുമുണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. സംഗീതമൊക്കെ വിടം വരെ ആയി രാജകുമാരി. രാജകുമാരി പിണക്കത്തിലാ. എനിക്കെന്താ പാട്ട് തരാത്തെ? നാളെ തരാം. നാളെ. എത്ര കാലം ഇങ്ങനെ നാളെ നാളെ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അമ്മച്ചിടുത്ത വാടകയുടെ കാര്യത്തിന് ഞാൻ നാളെന്ന് പറഞ്ഞാലേ ഇപ്പൊ തന്നെ അവധി കഴിഞ്ഞു. പാട്ടും വാടകയും നാളെ ഒരുമിച്ച് തരാം. നോണ.
നേര്. ശരിക്കും എന്നോട് ഇഷ്ടാണോ? രാജകുമാരിക്ക് എന്താ സംശയം? എന്നെ കെട്ടുവോ? കെട്ടിയിടും. ദിവസം 12 അടിയും തരും. എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. എന്റെ പേഴ്സ്. എന്തൊക്കെ നിന്റെ ഈ പണി ഇവിടെ ചെലവാകില്ല. ದುಡ್ಡು ಮಡಗಿ ಮಾತಾಡು, കാശ് വച്ചിട്ട് പോടോ, ഇല്ല നിന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും. പാടുവാ. കണ്ണു ചുരന്നെടുക്കുമെന്ന് പറഞ്ഞ കണ്ണു ചുരന്നെടുക്കും. എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. കോട്ടൂര് കോട്ടൂര്. ഷാറ്റൂരിടോ ഷാറ്റൂരിടോ. വാച്ച്. ഷൂസ് അഴിക്കടോ, ഷൂസ് അഴിക്കടോ, ഷൂസ് അഴിക്കടോ. പാന്റ്, ബനിയൻ. പാന്റ് അഴിക്കടോ. ട്രൗസർ അഴിക്കടോ, ട്രൗസർ അഴിക്കാൻ. അടിയിലൊന്നുമില്ല. അടിയിലെന്തെങ്കിലും ಕಾಣುತ್ತದೆ. എന്റെ കൈകൾ അനങ്ങുന്നില്ല. ഞാൻ ഭാവനയിൽ കണ്ടു, 2 കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു. അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ്. അവസാനിക്കട്ടെ. ലോകങ്ങളുടെ സൃഷ്ടാവേ, എന്റെ ദൈവമേ, ഒന്നും പറയാനില്ല. സംഭവം ശുഭം, എല്ലാം ശുഭം, മംഗളം. നിക്ക്, പൈസ ഞാൻ കൊടുക്കാം. ಎಷ್ಟು ದುಡ್ಡು? 4 ರೂಪಾಯಿ 50 ಪೈಸಾ. ಕುಪ್ಪಾಯಿ ಮಿಟ್ಟು.
ഉം. ഇട്ടോ ഇട്ടോ. ബന്നി. ഉം. ഞങ്ങൾ എങ്ങനെ നടന്നു നടന്ന് വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു. എന്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങ് ചെയ്തതൊരു വലിയ കാര്യമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് പേര്? ബഷീർ. ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു. അങ്ങയുടെ പേരെന്താ? എനക്ക് പേരില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ദയവ് എന്നായിരിക്കും പേര്. ദാ ഇതിലേത് നിങ്ങളുടെ? ഇതാണ്. എടുത്തോളൂ. തുറന്ന് നോക്കൂ. എല്ലാമില്ലേ? ഓ, നോക്ക്. തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്ന് തന്നെ പറയണം. പോ. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനും പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ സമയമുള്ളൂ. അനന്തമായ സമയം, ഒരിക്കലും അവസാനിക്കാത്ത സമയം.